ഷീ റിസീവ്ഡ് ആൻ അവാർഡ് ഫോർ ഹർ അക്കാഡമിക് എക്സലൻസ്. അവൾ അവളുടെ പഠന മികവിന് ഒരു പുരസ്കാരം നേടി. ഹീ മൂവ്ഡ് ടു അനദർ സിറ്റി ഫോർ അക്കാഡമിക് സ്റ്റഡീസ്. അവൻ പഠന ആവശ്യാർത്ഥം മറ്റൊരു സിറ്റിയിലേക്ക് പോയി. ദ സ്കൂൾ ഫോക്കസസ് ഓൺ ബോത്ത് അക്കാഡമിക് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ്. സ്കൂൾ പഠനകാര്യത്തിലും കായിക പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അക്കാഡമിക് സക്സസ് റിക്വയേഴ്സ് ഹാർഡ് വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. അക്കാദമിക വിജയത്തിന് കഠിനാധ്വാനവും കൃത്യമായ അച്ചടക്കവും ആവശ്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. ദ യൂണിവേഴ്സിറ്റി ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്ട്രോങ് അക്കാഡമിക് പ്രോഗ്രാംസ്. ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ സർവകലാശാല അതിൻ്റെ അക്കാദമിക പരിപാടികളാൽ അല്ലെങ്കിൽ പഠന പ്രോഗ്രാമുകളാൽ പ്രശസ്തമാണ്. വ്യത്യസ്തങ്ങളായ അക്കാഡമിക് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എക്സലൻസ് ഒക്കെ ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഐ ആക്സെപ്റ്റ് യുവർ അപ്പോളജി. നിൻ്റെ ക്ഷമാപണം ഞാൻ സ്വീകരിക്കുന്നു. ഷീ ആക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ. അവൾ ജോലി ഓഫർ സ്വീകരിച്ചു. പ്ലീസ് ആക്സെപ്റ്റ് ദിസ് സ്മോൾ ഗിഫ്റ്റ്. ദയവായി ഈ ചെറിയ സമ്മാനം സ്വീകരിച്ചാലും. ഹീ ആക്സെപ്റ്റഡ് ഹിസ് മിസ്റ്റേക്ക്. അവൻ്റെ തെറ്റ് അവൻ അംഗീകരിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു. ദ സ്കൂൾ ആക്സെപ്റ്റഡ് ഹിസ് അപ്ലിക്കേഷൻ. അവൻ്റെ അപേക്ഷ സ്കൂൾ സ്വീകരിച്ചു. യുവർ എക്സ്പ്ലനേഷൻ ഈസ് ആക്സെപ്റ്റബിൾ. നീ പറഞ്ഞ വിശദീകരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ദിസ് ക്വാളിറ്റി ഈസ് ആക്സെപ്റ്റബിൾ ഫോർ ദ പ്രോജക്റ്റ്. ഈ ഒരു ക്വാളിറ്റി അല്ല ഈ ഒരു ഗുണമേന്മ ഈ പ്രൊജക്റ്റിന് സ്വീകാര്യമാണ്. ഹിസ് ബിഹേവിയർ വാസ് നോട്ട് ആക്സെപ്റ്റബിൾ ഇൻ ക്ലാസ്. അവൻ്റെ സ്വഭാവം നമുക്ക് ക്ലാസ്സിൽ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ദ പ്രൈസ് ഈസ് ആക്സെപ്റ്റബിൾ ഫോർ മോസ്റ്റ് കസ്റ്റമേഴ്സ്. മിക്കവാറും കസ്റ്റമേഴ്സിനൊക്കെ ഈ പൈസ കുഴപ്പമില്ല, ഈ ഒരു വിലയിൽ അവർ വാങ്ങാൻ റെഡിയാണ്. വി നീഡ് ആൻ ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് നമ്മൾ കാണണം. സ്റ്റുഡൻസ് ഹാവ് ആക്സസ് ടു ലൈബ്രറി. കുട്ടികൾക്ക് ലൈബ്രറിയിലേക്ക് പ്രവേശനമുണ്ട്. ഓൺലി സ്റ്റാഫ് മെമ്പേഴ്സ് ക്യാൻ ആക്സസ് ദിസ് റൂം. സ്റ്റാഫിന് മാത്രമേ ഈ റൂമിൽ പ്രവേശനം ഉള്ളൂ. വി ഹാവ് ആക്സസ് ടു ദ ഇൻ്റർനെറ്റ് അറ്റ് സ്കൂൾ. സ്കൂളിൽ നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ദ ഡോക്ടർ ഹാസ് ആക്സസ് ടു ദ പേഷ്യൻസ് റെക്കോർഡ്സ്. ഡോക്ടർക്ക് രോഗിയുടെ രേഖകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിലേക്ക് എൻട്രൻസ് ഉണ്ട്. ദിസ് റോഡ് ഗിവ്സ് ആക്സസ് ടു ദ വില്ലേജ്. ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് ഗ്രാമത്തിലെത്താം. നെക്സ്റ്റ്, ദർ വാസ് എ സീരിയസ് റോഡ് ആക്സിഡൻറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി വളരെ ഗുരുതരമായ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഹീ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് വൈൽ റൈഡിങ് ഹിസ് ബൈക്ക്. അവൻ ബൈക്ക് ഓടിക്കുമ്പോൾ അവൻ എന്താക്കി, ഒരു അപകടം സംഭവിച്ചു. മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി. ദ ആക്സിഡൻറ്റ് കോസ്ഡ് ഹെവി ട്രാഫിക് ഓൺ ദ റോഡ്. ആ ആക്സിഡൻറ്റ് കാരണം റോഡിൽ വല്ലാതെ ട്രാഫിക് ഉണ്ടായി, ഒരുപാട് സമയം റോഡ് ബ്ലോക്കായി. ലക്കിലി നോൺ വാസ് ഹേർട്ട് ഇൻ ദ ആക്സിഡൻറ്റ്. ഭാഗ്യത്തിന് അപകടത്തിൽ ആർക്കും പരിക്കൊന്നുമില്ല. ലക്കിലി നോൺ വാസ് ഹേർട്ട് ഇൻ ദ ആക്സിഡൻറ്റ്. ദ ഡ്രൈവർ എക്സ്പ്ലെയിൻഡ് ഹൗ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. എങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിച്ചതെന്ന് ഡ്രൈവർ എന്ത് ചെയ്തു, വിശദീകരിച്ചു. ദ കമ്പനി പ്രൊവൈഡഡ് അക്കോമഡേഷൻ ഫോർ ദ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് കമ്പനി എന്ത് ചെയ്തു, താമസ സൗകര്യം നൽകി. വി ആർ ലുക്കിംഗ് ഫോർ അക്കോമഡേഷൻ നിയർ ദ സിറ്റി. ഞങ്ങൾ ഈ പട്ടണത്തിനടുത്ത് എവിടെയെങ്കിലും താമസിക്കാനൊരു സ്ഥലമാണ് നോക്കുന്നത്. ദ ഹോട്ടൽ ഓഫേഴ്സ് കംഫർട്ടബിൾ അക്കോമഡേഷൻ. ആ ഹോട്ടൽ നമുക്കൊക്കെ അഫോർഡബിളായ അല്ലെങ്കിൽ സൗകര്യപ്രദമായ താമസ സൗകര്യം നമുക്ക് തരുന്നു. സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് അക്കോമഡേഷൻ ഇൻ ദ ഹോസ്റ്റൽ. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ താമസ സൗകര്യം ലഭിക്കും. ദേ അറേഞ്ച് അക്കോമഡേഷൻ ഫോർ ദ ഗസ്റ്റ്. അവർ വിരുന്നുകാർക്ക് എന്താക്കി, താമസ സൗകര്യം സെറ്റാക്കി. ഐ വിൽ അക്കമ്പനി യു ടു ദ ഹോസ്പിറ്റൽ. ഞാനും നിങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാം, നിങ്ങളുടെ കൂടെ വരാം. ഷീ ആസ്ക്ഡ് ഹർ ബ്രദർ ടു അക്കമ്പനി ഹർ ടു ദ മാർക്കറ്റ്. അവൾ തൻ്റെ സഹോദരനോട് അങ്ങാടിയിലേക്ക് തൻ്റെ കൂടെ വരാൻ പറഞ്ഞു.
ദ ടീച്ചർ അക്കമ്പനിയഡ് ദ സ്റ്റുഡൻസ് ഓൺ ദ ട്രിപ്പ്. അധ്യാപിക ടൂറിൽ അല്ലെങ്കിൽ യാത്രയിൽ കുട്ടികളുടെ കൂടെ പോയി. ഹി വിൽ അക്കമ്പനി ഹിസ് ഫ്രണ്ട് ടു ദ എയർപോർട്ട്. അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് പോകും. പാരൻസ് ഷുഡ് അക്കമ്പനി ചിൽഡ്രൻ ടു സ്കൂൾ ഓൺ ദ ഫസ്റ്റ് ഡേ. ആദ്യ ദിവസം രക്ഷിതാക്കൾ കുട്ടിയുടെ കൂടെ സ്കൂളിലേക്ക് പോകണം. അക്കോർഡിംഗ് ടു ദ ടീച്ചർ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അധ്യാപകൻ്റെ അഭിപ്രായത്തിൽ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കോർഡിംഗ് ടു ദ മാപ്പ് അടിസ്ഥാനത്തിൽ ദ ഹോസ്പിറ്റൽ ഈസ് നിയർ ബൈ. വളരെ അടുത്താണ് മാപ്പ് നോക്കിയിട്ട് ആശുപത്രി. അക്കോർഡിംഗ് ടു ദ ലോ, നിയമം അനുസരിച്ച് അല്ല നിയമപ്രകാരം സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡഡ് ഹിയർ. ഇവിടെ പുകവലിക്കാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രകാരം ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ഹെർ, അവളുടെ അഭിപ്രായത്തിൽ ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. സിനിമ വളരെ രസകരമായിരുന്നു. ബാങ്ക്. ഐ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഷീ ഡെപ്പോസിറ്റഡ് മണി ഇൻ ഹെർ അക്കൗണ്ട്. അവൾ അവളുടെ അക്കൗണ്ടിൽ ക്യാഷ് നിക്ഷേപിച്ചു. പ്ലീസ് ചെക്ക് യുവർ അക്കൗണ്ട് ബാലൻസ്. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഹീ ഗേവ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഇൻസിഡൻറ്റ്. അവൻ അപകടത്തിൻ്റെ വിശദമായ വിവരണം നൽകി. ഇവിടെ അക്കൗണ്ട് ഉദ്ദേശിച്ചത് നരേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ അർത്ഥത്തിലാണ്, വിവരണം. മൈ സാലറി ഗോസ് ഡയറക്ട്ലി ടു മൈ ബാങ്ക് അക്കൗണ്ട്. എൻ്റെ ശമ്പളം നേരിട്ട് എൻ്റെ അക്കൗണ്ടിലാണ് കയറുന്നത്. ഹിസ് എക്സ്പീരിയൻസ് അക്കൗണ്ട്സ് ഫോർ ഹിസ് സക്സസ്. അവൻ്റെ അനുഭവം അവൻ്റെ വിജയത്തിന് കാരണമാവുന്നു. ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാരണമാവുന്നു, നയിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദ ഹെവി റെയിൻ അക്കൗണ്ടഡ് ഫോർ ദ ഡിലേ. കനത്ത മഴ കാരണമാണ് അല്പം താമസമുണ്ടായത്. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദിസ് മിസ്റ്റേക്ക്. ഈ തെറ്റിന് നിങ്ങൾ എങ്ങനെ വിവരണം നൽകും, എങ്ങനെ നിങ്ങളത് കൺവിൻസ് ചെയ്യും. ഹിസ് ഹാർഡ് വർക്ക് അക്കൗണ്ട്സ് ഫോർ ഹിസ് ഗുഡ് റിസൾട്ട്സ്. അവൻ്റെ നല്ല ഫലങ്ങൾക്ക് അല്ലെ നല്ല നേട്ടങ്ങൾക്ക് പിന്നിലുള്ള കാരണം അവൻ്റെ കഠിനാധ്വാനമാണ്. ദ മാനേജർ ആസ്ക്ഡ് ഹിം ടു അക്കൗണ്ട് ഫോർ ദ മിസ്സിംഗ് മണി. നഷ്ടപ്പെട്ട പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്ത് ചെയ്തു, മാനേജർ അവനോട് ചോദിച്ചു. ഇനി അക്യുറസി, കൃത്യത, ഡാറ്റ അക്യുറസി. ദ റിപ്പോർട്ട് ഗിവ്സ് അക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരമാണ് ഈ റിപ്പോർട്ട് നമുക്ക് തരുന്നത്. ഡയഗ്നോസ്റ്റിക് ആക്യുറസി. ദ ഡോക്ടർ മെയ്ഡ് ആൻ അക്യുറേറ്റ് ഡയഗ്നോസിസ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയം ഡോക്ടർ നടത്തി. മെഷർമെൻറ്റ് ആക്യുറസി. ദ സ്കെയിൽ ഈസ് അക്യുറേറ്റ് വിത്തിൻ 1 gram. ഈ സ്കെയില് 1 ഗ്രാമിനുള്ളിൽ തന്നെ കൃത്യമാണ് അതിൻ്റെ അളവ് കാണിക്കുന്നത്. പ്രഡിക്ഷൻ ആക്യുറസി. ഹിസ് പ്രഡിക്ഷൻ വാസ് വെരി ആക്യുറേറ്റ്. അവൻ്റെ പ്രവചനം വളരെ കൃത്യമായിരുന്നു. അക്യൂസേഷൻ ആൻഡ് ദെയർ കോൺസിക്വൻസസ്. സ്റ്റീലിംഗ് മണി. ദ അക്യൂസ്ഡ് ഹിം ഓഫ് സ്റ്റീലിംഗ് ദ മണി. ക്യാഷ് മോഷ്ടിച്ചതിന് എന്ത് ചെയ്തു, ക്യാഷ് മോഷ്ടിച്ചതായിട്ട് അവരവനെ കുറ്റപ്പെടുത്തി. അതായത് അവൻ പണം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അവരവൻ്റെ പേരിൽ ആരോപിച്ചു. അക്യൂസ്ഡ് ഓഫ് ഹിം. ലൈങ് കൊളീഗ്. ഷീ അക്യൂസ്ഡ് ഹെർ കൊളീഗ് ഓഫ് ലൈങ്. കളവ് പറയാമെന്ന് എന്ത് ചെയ്തു, അവളുടെ കൂട്ടുകാരനെ എതിരെ ആരോപണം ഉന്നയിച്ചു. അത് അയാൾ കളവ് പറയാമെന്ന് അവൾ ആരോപിച്ചു. ചീറ്റിംഗ് ഇൻ എക്സാം. ദ ടീച്ചർ അക്യൂസ്ഡ് ദ സ്റ്റുഡൻറ്റ് ഓഫ് ചീറ്റിംഗ് ഇൻ ദ എക്സാം. അധ്യാപകൻ വിദ്യാർത്ഥി പരീക്ഷയിൽ കോപ്പി അടിച്ചതായി ആരോപിച്ചു. ബ്രേക്കിംഗ് ദ വിൻഡോ. ഹി വാസ് അക്യൂസ്ഡ് ഓഫ് ബ്രേക്കിംഗ് ദ വിൻഡോ. ജനൽ പൊട്ടിച്ചത് അവനാണെന്ന് ആരോപിക്കപ്പെട്ടു. വാർണിംഗ് അബൌട്ട് ദ പ്രൂഫ്. ഡു നോട്ട് അക്യൂസ് സം വൺ വിത്തൗട്ട് പ്രൂഫ്. തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തി. ഈ അക്യൂസ് എന്ന് പറഞ്ഞാൽ ആരോപിക്കുന്നതിനാട്ടോ, അത് തെളിയിക്കൂല. ഇയാളാണ് കട്ടത്, ഇയാളൻ കോപ്പി അടിച്ചതെന്നൊക്കെ തെളിവിൻ്റെ മുമ്പുള്ള ഒരവസ്ഥയാണ് അക്യൂസേഷൻ, ആരോപണം. പിന്നെ അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. സ്ട്രൈവ് ഫോർ അച്ചീവ്മെൻറ്റ്. അച്ചീവ് ഹെർ ഡ്രീം. ഷീ വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഹെർ ഡ്രീം. അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവൾ കഠിനമായി പരിശ്രമിച്ചു. ഹി ഫൈനലി അച്ചീവ്ഡ് സക്സസ് ഇൻ ബിസിനസ്. അവസാനം അവൻ ബിസിനസ്സിൽ വിജയം നേടി. സ്റ്റുഡൻസ് മസ്റ്റ് സ്റ്റഡി വെൽ ടു അച്ചീവ് ഗുഡ് മാർക്സ്. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കണം. ദ ടീം അച്ചീവ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് വിക്ടറി.
ടീം ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വിജയം നേടി. വിത്ത് പേഷ്യൻസ് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടുക. ഇനി ലെമൺ കണ്ടെയ്ൻസ് നാച്ചുറൽ ആസിഡ്. നാരങ്ങയിൽ സ്വാഭാവികമായിട്ടുള്ള ആസിഡാണുള്ളത്. ബാറ്ററി ആസിഡ് ക്യാൻ ബി ഡേഞ്ചറസ് ഇഫ് ടച്ച്ഡ്. ബാറ്ററി ആസിഡ് അഥവാ നമ്മൾ തൊട്ട് വെക്കുകയാണെങ്കിൽ വളരെ അപകടകരമാണ്. അതുകൊണ്ട് അതുമ്പോൾ തൊട്ട് കളിക്കരുത്. ദ സയൻറ്റിസ്റ്റ് ടെസ്റ്റഡ് ദ ലിക്വിഡ് ടു സീ ഇഫ് ഇറ്റ് വാസ് ആൻ ആസിഡ്. ദ്രാവകം ആസിഡ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? ടെസ്റ്റ് ചെയ്തു. അവർ സ്റ്റൊമക്ക് പ്രൊഡ്യൂസസ് ആസിഡ് ടു ഡൈജസ്റ്റ് ഫുഡ്. നമ്മളെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വയറെന്താക്കുന്നുണ്ട്? ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. HCl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോറി. വിനാഗർ കണ്ടെയ്ൻസ് എ വീക്ക് ആസിഡ് കാൾഡ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ദുർബലമായൊരു ആസിഡ് ഈ സുർക്കയിൽ അല്ലെങ്കിൽ വിനാഗിരിയിലുണ്ട്. ഷീ അക്നോളജ്ഡ് ദ ഹെൽപ്പ് ബിഗൺ ബൈ ഹെർ ടീച്ചർ. അവൾക്ക് തൻ്റെ അധ്യാപകൻ കൊടുത്ത ആ ഒരു സഹായം അവരെന്ത് ചെയ്തു? അംഗീകരിച്ചു, അതിനെ സ്വീകരിച്ചു. ഹി അക്നോളജ് ഹിസ് മിസ്റ്റേക്ക്. അവൻ തൻ്റെ തെറ്റ് സമ്മതിച്ചു. ദ കമ്പനി അക്നോളജ് റിസീവിങ് ദ കംപ്ലൈൻറ്റ്. കമ്പനി പരാതി ലഭിച്ചതായിട്ട് അറിയിച്ചു. ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അക്നോളജ് ചെയ്തു. ദ അക്നോളജ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊജക്റ്റ്. അവൻ്റെ ആ ഒരു പ്രൊജക്റ്റിലേക്കുള്ള സംഭാവന അവർ അംഗീകരിച്ചു. ഷീ സ്മൈൽ ടു അക്നോളജ് ദ ഓഡിയൻസ്. പ്രേക്ഷകരെ ഒന്ന് കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? ചിരിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് ടു അക്വയർ ന്യൂ സ്കിൽസ്. പുതിയ കഴിവുകൾ കരസ്ഥമാക്കാൻ വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്തു. ദ കമ്പനി പ്ലാൻസ് ടു അക്വയർ എ സ്മോൾ ബിസിനസ്. കമ്പനി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പദ്ധതിയിടുന്നു അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പദ്ധതിയിടുന്നു. ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് നാച്ചുറലി ആസ് ദേ ഗ്രോ. കുട്ടികൾ അവർ വളരുന്നതിനനുസരിച്ച് നാച്ചുറലായിട്ട് തന്നെ ഭാഷ പഠിക്കുന്നു, സ്വായത്തമാക്കുന്നു. ഹി അക്വയർഡ് എ ലോട്ട് ഓഫ് നോളജ് ഫ്രം ബുക്സ്. പുസ്തകങ്ങളിൽ നിന്നും അവൻ ഒരുപാട് വിവരങ്ങൾ കരസ്ഥമാക്കി നേടി. ഷി അക്വയർഡ് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം അവൾ ഒരു പുതിയ കാറ് സ്വന്തമാക്കി. ഹി വോക്കഡ് അക്രോസ് ദ റോഡ്. അവൻ റോഡിന് കുറുകെ നടന്നു. ദ ബാങ്ക് ഈസ് അക്രോസ് ദ സ്ട്രീറ്റ്. ബാങ്ക് റോഡിൻ്റെ അപ്പുറത്താണ്. ഷി സ്വാം അക്രോസ് ദ റിവർ. അവൾ നദിക്കടിയിലൂടെ അല്ലെങ്കിൽ നദിക്ക് കുറുകെ നീന്തി. നദിയിലൂടെ നീന്തിയല്ല, നദിക്ക് കുറുകെ നീന്തി. എ ബ്രിഡ്ജ് ഗോസ് അക്രോസ് ദ റിവർ. നദിയുടെ മേളിലൂടെ ഒരു പാലം കടന്നു പോകുന്നുണ്ട്. ന്യൂസ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. രാജ്യത്ത് മൊത്തം ആ വാർത്ത പരന്നു. ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ ഈസ് എ ഗുഡ് ആക്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഹിസ് ആക്ട് ഓഫ് കൈൻഡ്നെസ് സർപ്രൈസ്ഡ് എവറി വൺ. അവൻ്റെ ആ ഒരു ഉദാരമായ ആ ഒരു പ്രവൃത്തി എല്ലാവരെയും എന്ത് ചെയ്തു? അതിശയിപ്പിച്ചു. ദ പോലീസ് സ്റ്റോപ്പ്ഡ് ദ ഇല്ലീഗൽ ആക്ട്. പോലീസ് അനധികൃതമായിട്ടുള്ള പ്രവൃത്തി എന്ത് ചെയ്തു? പോലീസ് തടഞ്ഞു. സേവിങ് ദ ചൈൽഡ് വാസ് എ ബ്രേവ് ആക്ട്. കുഞ്ഞിനെ രക്ഷിച്ചത് വളരെ ധീരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഹോണസ്റ്റി ഈസ് ആൻ ആക്ട് ഓഫ് എ ഗുഡ് ക്യാരക്ടർ. ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു എഫക്റ്റാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ വേർഡാട്ടോ ഫോക്കസ് ചെയ്യുന്നത്. യു ഷുഡ് ആക്ട് ക്വിക്ക്ലി ഇൻ ആൻ എമർജൻസി. ഒരു അടിയന്തര സാഹചര്യം വരെ നിങ്ങൾ പെട്ടെന്ന് പ്രവർത്തിക്കണം. ഹി ആക്റ്റഡ് വെരി ബ്രേവ്ലി ഡ്യൂറിങ് ദ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് വളരെ ധീരമായി പേടിക്കാതെ അവൻ എന്ത് ചെയ്തു? ആക്ട് ചെയ്തു. ആ സമയത്ത് അങ്ങനെ ആക്ഷൻ എടുത്തുകൊണ്ട് ആൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പ്ലീസ് ആക്ട് റെസ്പോൺസിബിളി. ഉത്തരവാദിത്തോടു കൂടി പെരുമാറണം. പ്ലീസ് ആക്ട് റെസ്പോൺസിബിളി. ഷീ ആക്ട്സ് ഇൻ മൂവീസ്. അവൾ സിനിമകളിൽ അഭിനയിക്കുന്നു. ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു ആക്ട് പൊളൈറ്റ്ലി. അധ്യാപന വിദ്യാർത്ഥികളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം, വിനീതം പെരുമാറണം എന്ന് അധ്യാപന കുട്ടികളോട് പറഞ്ഞു. ദ ഗവൺമെൻറ് ടുക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ. സർക്കാർ അഴിമതിക്കെതിരെ നടപടി സ്വീകരിച്ചു. ഹിസ് ക്വിക്ക് ആക്ഷൻ സേവ്ഡ് ദ ചൈൽഡ്. പെട്ടെന്നുള്ള അവൻ്റെ ആ ഒരു പ്രവൃത്തി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. വി മസ്റ്റ് ടേക്ക് ആക്ഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമ്മൾ നടപടി സ്വീകരിക്കണം. ദ പോലീസ് ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പോലീസ് പെട്ടെന്ന് എന്ത് ചെയ്തു? ആക്ഷൻ എടുത്തു, നടപടി സ്വീകരിച്ചു. ടോക്കിംഗ് ഈസ് ഈസി ബട്ട് ആക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. വായിലിങ്ങനെ വെറുതെ ഡയലോഗ് അടിക്കൽ വളരെ എളുപ്പമാണ്, പണിയെടുക്കുക അല്ലെങ്കിൽ
കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഷീസ് ആൻ ആക്റ്റീവ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. അവൾ ക്ലാസ്സിലൊരു സജീവയായ നല്ല ആക്റ്റീവായ വൈബ്രൻ്റായ ഒരു വിദ്യാർത്ഥിനിയാണ്. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് സ്റ്റിൽ വെരി ആക്റ്റീവ് അറ്റ് ദ ഏജ് ഓഫ് 80. 80 വയസ്സായിട്ടും എൻ്റെ വല്യപ്പ വളരെ ആക്റ്റീവാണ്. വയലിൽ അവിടെയും ഇവിടെ പോയി പണിയൊക്കെ എടുക്കുന്നുണ്ട്, നല്ല ഉഷാറാണ്. ദ വോൾക്കാനോ ഈസ് സ്റ്റിൽ ആക്റ്റീവ്. ആ അഗ്നിപർവ്വതം ഇപ്പോഴും സജീവമാണ്. ആക്റ്റീവ് വോൾക്കാനോസ് എന്ന് പറയും. ഹീ ഹാസ് ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ വിത്ത് ഡെയിലി എക്സസൈസ്. ദിവസവും വ്യായാമമൊക്കെ ചെയ്യുന്ന വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവൻ ഫോളോ ചെയ്യുന്നത്. ദ കമ്പനി ഹാസ് മെനി ആക്റ്റീവ് കസ്റ്റമേഴ്സ്. കമ്പനിക്ക് ഒരുപാട് ആക്റ്റീവായ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് സാധനമൊക്കെ പർച്ചേസ് ചെയ്യുന്ന ലൈവായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ.